ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വീറ്റാണ്, ലഡു. വളരെ എളുപ്പത്തിൽ അതേപോലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ലഡു തയ്യാറാക്കാനായി 2 കപ്പ് കടലമാവ് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. കടലമാവിൽ ചെറിയ ചെറിയ കട്ടകൾ കാണും, അത് മാറ്റിയെടുക്കാനാണ് നമ്മൾ അരിച്ച് എടുക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എല്ലാം നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് മാവിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇത് നമ്മുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ മതി, ഒരുപാട് ലൂസാവാനോ അതുപോലെ തന്നെ ഒരുപാട് തിക്കാവാനോ പാടില്ല. ഈ രീതിയിൽ വേണം മാവ് കലക്കിയെടുക്കാനായിട്ട്. ഇനി ബൂന്തി തയ്യാറാക്കി എടുക്കാനായി ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഹോളുള്ള ഒരു പാത്രത്തിലൂടെ നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് മൊത്തത്തിലൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പം നമുക്ക് ചെറിയ ചെറിയ ബൂന്തികളായിട്ട് നമുക്ക് എല്ലാം കിട്ടുന്നതായിരിക്കും. ഇനി ഒരുപാട് ക്രിസ്പി ആവാനോ അതുപോലെ തന്നെ ഒരുപാട് സോഫ്റ്റ് ആവാനോ പാടില്ല, ഒരു മീഡിയം ലെവൽ മതി. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. നമുക്കത് ഇങ്ങനെ എല്ലാ ബൂന്തികളും ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഇതേപോലെ എല്ലാ ബൂന്തികളും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് വലിയ ബൂന്തികൾ നമ്മുടെ മിക്സഡ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മളെല്ലാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മിക്സഡ് ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ഏലക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏലക്കയുടെ കുരുവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 ഗ്രാമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പ് ചേർക്കുമ്പം ലഡുവിന് നല്ലൊരു മണവും പ്രത്യേക ടേസ്റ്റുമായിരിക്കും. ഇപ്പം നമ്മളെല്ലാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാനായി ഒരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഷുഗറൊക്കെ നല്ലപോലെ എല്ലാം മെൽറ്റായ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തി നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതേ എല്ലാ ബൂന്തിയും നമ്മളിതേ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഷുഗർ സിറപ്പൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഷുഗർ സിറപ്പൊക്കെ ഇപ്പോൾ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇത് മതി. ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കശുവണ്ടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കശുവണ്ടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇപ്പം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ കുറച്ച് കയ്യിലെടുത്ത് ആദ്യം ഒന്ന് ചെറുതായിട്ട് ബലം കൊടുത്തൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം മെല്ലെ പതുക്കെ ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ലഡു ഒരു ദിവസം വെച്ചിട്ട് അടുത്ത ദിവസം കഴിക്കുമ്പോഴായിരിക്കും അതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അടിപൊളി ടേസ്റ്റാണ്. നമ്മളിത് എല്ലാ ലഡു റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ. ഇതേപോലെയുള്ള റെസിപ്പികൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.